നവോദയ സ്കൂളിൽ കുട്ടികളെ എങ്ങനെ വിടാം, അല്ലെ അവർക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരുപാട് കാരണവന്മാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ആരും പറഞ്ഞു തരാനില്ല എങ്ങനെ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ. നവോദയ സ്കൂളിൽ എൻ്റെ കൊച്ചിനെ വിടണം, പഠിപ്പിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ എങ്ങനെയാണ് ഇതിൽ നവോദയയുടെ സൈറ്റിൽ കയറി നോക്കി എങ്ങനെയാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെ ഏത് സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ട പ്രകാരം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നേക്കുന്നത്. നവോദയ സ്കൂളിൽ എങ്ങനെ അഡ്മിഷൻ നേടാം, എപ്പോൾ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ സമയമായിട്ടുണ്ട്. 16 ജൂലൈ 2024, അതായത് കഴിഞ്ഞ ദിവസം സൈറ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാം. അതായത് 16 ജൂലൈ 2024 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 16 സെപ്റ്റംബർ 2024 വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന സമയം. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കരുതേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നവോദയ സ്കൂളിലേക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കേരളത്തിൽ 14 ജില്ലകളിൽ നവോദയ സ്കൂളുണ്ട്. നമ്മൾ താമസിക്കുന്ന ഏത് ജില്ലയിലാണോ, നമ്മൾ താമസിക്കുന്ന ജില്ല മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂള് ഏത് ജില്ലയിലാണോ ആ ജില്ലയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ താമസിക്കുന്ന ജില്ലയെ ആസ്പദമാക്കിയല്ല, കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ ജില്ലയെ ആസ്പദമാക്കിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതേ സ്കൂളിൻ്റെ ജില്ല അല്ലെങ്കിൽ സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം അർബൻ ആണോ റൂറൽ ആണോ എന്ന് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്നതും സ്കൂളിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നവോദയ സ്കൂളിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത് 75% കുട്ടികളെയും ഗ്രാമീണ മേഖലയിൽ നിന്നാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ബാക്കി മൊത്തം സ്ട്രെങ്തിൻ്റെ 1/3 ഭാഗം പെൺകുട്ടികൾക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ റിസർവേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടി പഠിക്കുന്നത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് അർബൻ ആണോ റൂറൽ ആണോ എന്ന് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടിയുടെ അഡ്മിഷൻ വരുന്നത്. നമ്മുടെ കുട്ടി പഠിക്കുന്നത് അർബൻ ഏരിയയിലായിട്ട് നമ്മൾക്ക് റിസർവേഷൻ 5 മാർക്കിന് വേണ്ടി നമ്മൾ റൂറൽ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുട്ടി അർബൻ ആണോ റൂറൽ ആണോ എന്ന് എങ്ങനെ അറിയാം? അതിനായിട്ട് നമ്മുടെ കുട്ടി 3, 4, 5 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്കൂള് ഏതാണോ, ഏത് കാറ്റഗറി ആണെന്ന് നമ്മൾ നോക്കണം. ആ കാറ്റഗറി അനുസരിച്ചാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ അർബൻ ആണോ റൂറൽ ആണോ എന്ന് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. നമുക്കൊരു ഫോം കിട്ടും. ആ ഫോമിൽ നിന്ന് സ്കൂളിലെ പ്രിൻസിപ്പളിന് സൈൻ ചെയ്ത് മേടിക്കേണ്ടതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കണം, കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. കുട്ടി 3, 4, 5 ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് സ്കൂളാണോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ സൈൻ മേടിക്കണം. അതിലാണ് നമ്മൾ റൂറൽ ആണോ അർബൻ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മൾ റൂറൽ ഏരിയയുടെ 5 മാർക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ട് 3, 4 ക്ലാസ്സുകളിൽ അർബൻ ഏരിയയിൽ പഠിച്ചു. 5ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ ഒരു റൂറൽ ഏരിയയിലെ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് കാര്യമില്ല. കുട്ടി ബാക്കി 2 വർഷം പഠിച്ചത് കൺസിഡർ ചെയ്ത് കുട്ടി എപ്പോഴും റൂറൽ ഏരിയ ആ കാറ്റഗറിയിൽ വരത്തില്ല, അർബൻ ഏരിയ കാറ്റഗറിയിലേ വരത്തുള്ളൂ. നമ്മൾ പറയുന്നുണ്ട്, കൃത്യമായിട്ടും പറയുന്നുണ്ട്, 3, 4, 5 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും കുട്ടി അർബൻ ഏരിയ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും റൂറൽ കോട്ടയിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം അവരെപ്പോഴും ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ റൂറൽ ഏരിയ കുട്ടികളെയാണ് അവർ കൂടുതൽ സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി എക്സാം എങ്ങനെ എഴുതാം, എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. നവോദയയുടെ സൈറ്റിൽ കയറി നോക്കി എങ്ങനെയാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെ ഏത് സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞങ്ങളുടെ സ്ഥലം തൊടുപുഴയാണ്. തൊടുപുഴ മേഖലയിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് മോറിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ നവോദയ സ്കൂളിലേക്കുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ അവിടെ പോയി അന്വേഷിച്ചു. മോന് ഞാൻ 4ാം ക്ലാസ് മുതൽ, 4ാം ക്ലാസ്സിലെ വലിയ വെക്കേഷൻ സമയം മുതൽ അവന് ഞാൻ കോച്ചിങ് കൊടുത്തതാണ്. 5ൽ ശനിയാഴ്ച ദിവസങ്ങളിലും പിന്നെ പബ്ലിക് ഹോളിഡേയ്സിലും അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ കോച്ചിങ് കൊടുത്തു. എന്താണേലും മോന് അഡ്മിഷൻ കിട്ടി. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ മറ്റൊരാൾ പറഞ്ഞു തരാനില്ല, അല്ലെ അറിയാൻ നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, നിങ്ങളുടെ കുട്ടിയെ ഒരു നവോദയ സ്കൂളിൽ വിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി എക്സാം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അടുത്തുള്ളൊരു സെൻറ്റർ എവിടെയോ, കോച്ചിങ് സെൻറ്റർ എവിടെയോ അത് കണ്ടുപിടിച്ച് കോച്ചിങ്ങിന് വിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.
പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 40 മാർക്ക് മെൻ്റൽ എബിലിറ്റിയും 20 മാർക്ക് മാത്തമാറ്റിക്സും 20 മാർക്ക് ലാംഗ്വേജുമാണ്. നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, ഏത് ലാംഗ്വേജും നമുക്ക് പ്രിഫർ ചെയ്യാം. ആ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. മെൻ്റൽ എബിലിറ്റി എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, മാത്തമാറ്റിക്സും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ലാംഗ്വേജ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു റൂറൽ ഏരിയയിലെ കുട്ടികളെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന്. ശരിയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 മുനിസിപ്പാലിറ്റികളാണുള്ളത്, തൊടുപുഴയും കട്ടപ്പനയും. അപ്പോൾ നമ്മുടെ പിള്ളേരെ തിരഞ്ഞെടുക്കുന്നത്, അർബൻ ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. 5 കുട്ടികളെ മാത്രമേ അർബൻ ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റൂറൽ കോട്ടയിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല കോച്ചിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ പാടായിരിക്കും. ഇപ്പോഴും താമസിച്ചു പോയിട്ടൊന്നുമില്ല. ഇനിയും ഈ സമയത്ത് നിങ്ങൾക്ക് കോച്ചിങ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തൊടുപുഴ പ്രദേശങ്ങളിലുള്ളവരാണ്, തൊടുപുഴയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണേലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം മോനെ അത്രയും നല്ല കോച്ചിങ്ങാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ മെൻ്റൽ എബിലിറ്റിയാണ് കുട്ടികൾക്കെല്ലാം പാട്. മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് അത് നമുക്ക് അത്രയും പ്രശ്നമല്ല. പക്ഷെ മെൻ്റൽ എബിലിറ്റിക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതിന് ടെക്സ്റ്റ് കിട്ടും. ആസാദ് ബുക്സിൽ തൊടുപുഴ കിട്ടുന്നത്. ബാക്കി ബുക്ക് സ്റ്റാളുകൾ എവിടെയാണോ ഓൺലൈനിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അത് വാങ്ങി നിങ്ങൾക്ക് പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കാവുന്നതാണ്. ക്ലാസ്സിലേക്കുള്ള ഈ വർഷത്തെ എക്സാം വരുന്നത്, ഈ വർഷമല്ല, ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള എക്സാം വരുന്നത് 2025 ജാനുവരി 18-ാം തീയതിയാണ്. ജമ്മു കാശ്മീരിൽ മാത്രം അത് ഏപ്രിൽ മാസത്തെ 12 ഏപ്രിൽ 2025 ആണെന്ന് തോന്നുന്നു. നമ്മുടെ കുട്ടികൾക്ക്, അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് എക്സാം വരുന്നത് ജാനുവരി മാസത്തിലാണ്. അപ്പോൾ ഇത്രയും സമയമുണ്ട്. ഇപ്പോൾ ജൂലൈ ആയിട്ടുള്ളൂ. ജൂലൈ ടു ജാനുവരി ഉള്ള സമയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ നമുക്ക് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇനിയും സമയം വൈകിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കണം. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 31/7/2024 മുൻപെങ്കിലും നമ്മളുടെ കുട്ടി 5ാം ക്ലാസ്സിലേക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കണം. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന അതർ സ്കൂളുകളുണ്ടല്ലോ, CBSE സ്കൂളുകൾ, അങ്ങനെയുള്ള സ്കൂളുകളിൽ നമ്മൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 31/7/2024 മുമ്പ് അവൻ 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടി കഴിഞ്ഞ വർഷം നമ്മൾ നവോദയ എക്സാം ഒന്ന് എഴുതി, എന്നിട്ട് ഈ വർഷം നമ്മുടെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ ഈ കാറ്റഗറി വന്നെന്ന് കരുതി ഒരു തവണ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തു, എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ മത്സര പരീക്ഷയിൽ എഴുതാൻ പറ്റില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടി തോൽക്കാതെ 1ാം ക്ലാസ് മുതൽ, അല്ലെ LKG മുതൽ 5ാം ക്ലാസ് വരെ കുട്ടി തോൽക്കാതെ പഠിച്ചിട്ടുണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കണം. 3, 4, 5 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അർബൻ ഏരിയയിലാണ് കുട്ടി പഠിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അവനെ അർബൻ കാറ്റഗറിയിലേ വെക്കാവുള്ളൂ. അല്ല എക്സാം എഴുതി കുട്ടി പാസ്സായി ലിസ്റ്റിൽ വന്നതിന് ശേഷം കുട്ടി പഠിച്ചത് ഈ ഒരു കാറ്റഗറി പഠിച്ചത് ഏതെങ്കിലും അർബൻ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടി ആ എലിജിബിലിറ്റി കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോകും. കുട്ടിക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടില്ല. നമുക്ക് അന്നേരം ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന പേപ്പറിൽ കൃത്യമായിട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ എൻ്റെ മോൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവരുതെന്ന് കരുതി നിങ്ങളോട് പറയുന്നത് കേട്ടോ. അല്ലെ JNVയിൽ അഡ്മിഷൻ എടുക്കാം, നവോദയ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ വിടാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എന്താണ് നവോദയ സ്കൂള്, അല്ലെ അങ്ങനെ മക്കൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് നമുക്കതിൽ നിന്ന് മറ്റു സ്കൂളുകളിൽ നിന്ന് നവോദയ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്, അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാവില്ലേ. JNV എന്ന് പറഞ്ഞാൽ ജവഹർ നവോദയ വിദ്യാലയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവരുടെ ഉന്നമനത്തിനായിട്ട് തുടങ്ങിയ ഒരു കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഈ ജവഹർ നവോദയ വിദ്യാലയങ്ങൾ. നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അവരുടെ താമസം, ഭക്ഷണം, അവരുടെ യൂണിഫോം, ടെക്സ്റ്റ് ബുക്കുകൾ, ബാഗ് എല്ലാം അവിടുന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചുകൂടാ? CBSE നിലവാരമുള്ള വിദ്യാഭ്യാസം, CBSE വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കിട്ടുന്ന, വെറുതെ പറഞ്ഞതല്ല,
എൻ്റെ മോൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ കുട്ടിയെ ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനും മിടുക്കികളും നവോദയ വിദ്യാലയത്തിൽ പഠിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. നമ്മൾ കുട്ടികളുടെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞു. 75% ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കുട്ടികളാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 75% അതിൽ 50% സംവരണം SC/ST കുട്ടികൾക്കായിട്ട് പോകും. ബാക്കിയാണ് അല്ലാതുള്ള കാറ്റഗറിക്കാർക്ക്. അത് തന്നെയല്ല 27% നമ്മുടെ സംവരണം വരുന്നത് OBC കാറ്റഗറിക്കാണ്. ബാക്കിയാണ് ജനറൽ കാറ്റഗറിക്കുള്ളൂ. അപ്പോൾ ശരിക്കും എക്സാം എന്ന് പറയുന്നത് ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൽ വിന്നാവാൻ സാധിക്കുകയുള്ളൂ. എക്സാമിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ കുട്ടി മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള ഓപ്ഷനാണ്. അത് കന്നഡയും തമിഴും ആയാൽ ആ മീഡിയത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ കുട്ടി CBSE സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഇംഗ്ലീഷിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് തന്നെ മാത്സ് ഒക്കെ മലയാളം വായിച്ച് ആൻസർ ചെയ്യാമെന്ന് പറയുന്ന അത്ര പോസിബിൾ അല്ല. നേരെ തിരിച്ചും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നേരെ സ്വന്തമായിട്ട് JNVയുടെ സൈറ്റിൽ കയറാം. സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ല നമുക്ക് പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും നവോദയ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നില്ല. തൊടുപുഴയിൽ ഹൈ റേഞ്ച് ഹോട്ടലിനോട് ചേർന്നുള്ള അക്ഷയയുടെ മേളിൽ ഒരു റോയൽ ഇൻ്റർനെറ്റ് കഫേ ഉണ്ട്. ആ കഫേയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മോൻ്റെ അവിടെയാണ് ചെയ്തത്. കാരണം ഞാൻ ചെയ്യാനായിട്ട് നോക്കി. നമുക്ക് ഫോട്ടോയെ പിന്നെ ഞാൻ പറഞ്ഞു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് സ്കൂളിലെ പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ഒരു ഫോമുണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് കുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് വേണം പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനായിട്ട്. ആ ഫോമും അപ്ലോഡ് ചെയ്യണം, കുട്ടിയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേയെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സൈറ്റ് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ ഒരു 4-5 വട്ടം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷമേ നമുക്കിത് അപ്ലൈ പ്രോസസ്സ് സാധിക്കുകയുള്ളൂ. നമ്മൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 2 മാസം സമയം തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പോഴേ നിങ്ങൾ ഇതിനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്കൂളിൽ പോയി മേടിക്കേണ്ട പേപ്പറുകളെല്ലാം വാങ്ങിച്ച് ഫോട്ടോയും എടുത്ത് നമുക്കിത് അഡ്മിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആധാർ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേന് കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻ സൈറ്റിലേക്ക് കയറി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടിയുടെ പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ നമ്മുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ മോൻ്റെ പേര് ആധാർ കാർഡിൽ ഹരിമാധവ് ഷൈജു എന്നും സ്കൂളിൽ ഞാൻ അവനെ 1ാം ക്ലാസ്സിലേക്ക് ചേർന്ന സമയത്ത് പേര് ബർത്ത് സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഹരിമാധവ് S എന്നാക്കിയാണ് കൊടുത്തത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആപ്ലിക്കേഷനിൽ കയറി വന്നപ്പം ആധാർ കാർഡ് പ്രകാരം ഹരിമാധവ് ഷൈജു എന്ന പേരാണ് വന്നത്. പിന്നെ അതിനായിട്ട് ആധാർ കാർഡ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു, 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വന്നു, ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് വന്നു. നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, റിസൾട്ട് വന്നു, കുട്ടിക്ക് JNVയിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് പ്രോസസ്സുകളുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടാം. അപ്പോൾ ആ ഒരു സമയത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. ആധാർ കാർഡിലെയും സ്കൂളിലെയും പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് രണ്ടും ഒന്നാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആധാർ കാർഡിൻ്റെ എന്തെങ്കിലും തിരുത്തലിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ റെഡിയാവും. 2 മാസം സമയമുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിക്ക് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും അപ്ലൈ ചെയ്യണം. ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. ഇപ്പോൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി 9ാം ക്ലാസ്സിലെ അവസരമുള്ളൂ.
അപ്പോൾ അവൻ്റെ 3 വർഷം നമ്മൾ കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ നവോദയ വിദ്യാലയത്തിൽ പഠിക്കട്ടെ. ഭാരതത്തിന് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കും ഭാഗമാകാം. താങ്ക് യു ഫോർ വാച്ചിങ്.